കഴിഞ്ഞ ദിവസം വനവകുപ്പിന്റെ ഒരു പരിപാടിയിൽ പി.വി. അൻവർ എം.എൽ.എ വനമന്ത്രിയെ വേദിയിലിരുത്തി നടത്തിയ വലിയ വിമർശനം, പ്രസംഗത്തിലടക്കം താൻ സുധാകരൻ വനമന്ത്രി ആയിട്ട് പോലും ഈ ഡിപ്പാർട്ട്മെന്റ് നന്നാക്കാനായില്ല, ശശീന്ദ്രൻ എന്ത് ചെയ്യാനാകുമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ഒപ്പം ഉദ്യോഗസ്ഥരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. നിലമ്പൂരിലെ പരിപാടിയിൽ അൻവറിന്റെ കാർ വഴി തടസ്സപ്പെടുത്തിയെന്നാണ് വനപാലകരുടെ സംഘടന ആരോപിക്കുന്നത്. വനം കയ്യേറ്റം തടയുന്നതിനെ കുറ്റപ്പെടുത്തുന്നതും വെല്ലുവിളിക്കുന്നതും ശരിയായ നടപടിയല്ലെന്നും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാറ് വഴിയിലിട്ട് 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടിച്ചു എന്നൊക്കെയുള്ളതായിരുന്നു അൻവറിന്റെ ആരോപണം. അന്ന് ദേഷ്യപ്പെടുകയും ചെയ്തു, ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് അൻവറിന് പിടിവിട്ടു പോയോ എന്നൊക്കെയുള്ള കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടടുത്ത ദിവസമായിരുന്നു ഈ പരിപാടി ഉണ്ടായിരുന്നത്. തീർച്ചയായും അത് ഇപ്പോൾ ആ സംഘടന തന്നെ എം.എൽ.എക്കെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം ശ്രദ്ധേയമാണ്. വിനേഷ് കുമാറുണ്ട്. വിനേഷ്, ആ പരിപാടി നമ്മൾ അൻവറിന്റെ പ്രസംഗമടക്കം നമ്മൾ കണ്ടതാണ്. വലിയ രൂക്ഷമായി തന്നെയാണ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. ആ ഡിപ്പാർട്ട്മെന്റ് നന്നാവില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി. എന്താണ് ഇപ്പോൾ അസോസിയേഷൻ ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അതിരൂക്ഷമായ വിമർശനമാണ് പി.വി. അൻവർ എം.എൽ.എക്കെതിരെ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷന്റേതായി പുറത്തു വന്നിരിക്കുന്ന കുറിപ്പിലുള്ളത്. അതായത് പി.വി. അൻവർ എം.എൽ.എ ആ സ്ഥലത്തേക്ക്, അതായത് നിലമ്പൂരിൽ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാഹനം മാറ്റിയിടാൻ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിരുന്നു. അതായത് വാഹനം അവിടെ നിർത്തിയത് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാറ്റിയിടണം എന്ന് പറഞ്ഞു. പാർക്കിങ്ങിന് ചുമതലപ്പെടുത്തിയ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറാണ് കാർ മാറ്റിയിടാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. 2 തവണ ആവശ്യപ്പെടുകയും ഡ്രൈവർ വഴങ്ങാതിരുന്നു. വേണ്ടി വന്ന കാർ സ്റ്റേജിൽ പിടിച്ചു കയറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ അൻവറിന്റെ ഡ്രൈവർ ഭീഷണിപ്പെടുത്തി എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഒപ്പം തന്നെ പരിപാടി കഴിഞ്ഞിറങ്ങിയ എം.എൽ.എയുടെ ഡ്രൈവർ പരാതി പറഞ്ഞതിനെ തുടർന്ന് നിജസ്ഥിതി പോലും മനസ്സിലാക്കാതെ എം.എൽ.എ ഉദ്യോഗസ്ഥരെ തേടി അൻവർ എം.എൽ.എ അടുത്തുള്ള വനംവകുപ്പിന്റെ തൊട്ടടുത്തുള്ള ഓഫീസിലെത്തുകയും റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. വേദിയിൽ എം.എൽ.എ പറഞ്ഞ കാര്യത്തിലെല്ലാം തന്നെ വനം മന്ത്രി ഉൾപ്പെടെ അതൃപ്തി രേഖപ്പെടുത്തിയ കാര്യവും ഇതിനകത്ത് പറയുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ വനസംരക്ഷണവുമായി മുന്നോട്ട് പോകുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ വനം കയ്യേറ്റത്തിന്റെ പേരിലും മറ്റും വെല്ലുവിളിക്കുന്നതും കുറ്റപ്പെടുന്നതും ശരിയല്ല എന്നും ഈ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതായത് അൻവറിന്റെ കാർ അവിടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിന്നതുകൊണ്ട് മാത്രമാണ് വഴി തടസ്സപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് മാറ്റിയിടാൻ ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ ശക്തമായ അൻവറിനെതിരെ വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ അൻവറിനെതിരെ അല്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് ഇന്നലെ റിലീസ് ഇറക്കിയിട്ടുള്ളത്. അൻവറിനെതിരെയാണ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധികൾ, വനപാലകരുടെ സംഘടന, അവർ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ പരിപാടിയിൽ തന്നെയാണ് അൻവർ ഇവരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഇതിൽ അൻവർ വിടാൻ മട്ടില്ല. അൻവർ ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം ആരോപണങ്ങളുമായി നിറഞ്ഞു നിൽക്കും എന്നാണ് നമുക്ക് സമീപകാലത്തെ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്. ആരോടൊരു പേടിയില്ലാതെ ആരോടും ഏത് തരത്തിലും പ്രതികരിക്കുന്ന നിലയിലേക്ക് കൂടി അൻവർ മാറുകയാണ്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ പറഞ്ഞത്.